യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് ഞാൻ ദൈവവചനം ചിന്തിപ്പാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ, സ്വർഗത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുക തന്നെ ചെയ്യും. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 5 പ്രാവശ്യം കാണുവാൻ കഴിയുന്ന ഒരു പദമാണ് എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എല്ലാ തിന്മകളുടെയും കാരണം, നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എല്ലാ ദോഷങ്ങളുടെയും താഴ്ചകളുടെയും പരാജയത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കാരണങ്ങൾ, അത് പിശാചിനെ ആരോപിച്ച്, അത് മന്ത്രവാദം കൊണ്ട്, കൂടോത്രം കൊണ്ട്, ആഭിചാരം കൊണ്ട്, മറ്റുള്ളവർ ചെയ്യുന്ന നേർച്ച കാഴ്ചകൾ കൊണ്ട് ദോഷഫലങ്ങളായി വന്നു ഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ വിളിച്ച് ബന്ധനമഴിക്കുന്ന, കെട്ടുപൊട്ടിക്കുന്ന ചില ട്രെൻഡ് ഇന്ന് ആധുനിക ലോകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എല്ലാ താഴ്ചകളുടെയും, എല്ലാ പ്രയാസങ്ങളുടെയും, എല്ലാ പ്രതികൂലങ്ങളുടെയും, എല്ലാ കഷ്ടതകളുടെയും പിൻപിൽ പിശാച് മാത്രമാണോ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ മാത്രമാണോ കാരണം? അല്ല എന്ന് ദൈവവചനം ഇന്നത്തെ ചിന്തയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്: എല്ലാ പട്ടണത്തിലും ജീവിക്കുന്ന ആളുകൾക്ക് പല്ലിന്റെ വെടിപ്പും ആഹാരത്തിന്റെ കുറവ് വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എത്രയോ പട്ടണങ്ങൾ, ആ പട്ടണത്തിൽ എത്രയോ ആളുകൾ വസിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് ഹിതമുള്ള, ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾ ദൈവ വഴി വിട്ട്, ദൈവ പദ്ധതി വിട്ട്, ദൈവഹിതം വിട്ട് അവർ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർ മടങ്ങി വരേണ്ടതിന്, അവർ യഥാസ്ഥാനപ്പെടേണ്ടതിന്, അവർ മാനസാന്തരപ്പെടേണ്ടതിന്, അവർ ദൈവകൃപയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിന് ദൈവം അവർക്ക് വരുത്തിയ ഒന്നാമത്തെ പ്രതികൂലം എന്താണ്? എല്ലാ പട്ടണത്തിലും താമസിക്കുന്ന ആളുകളുടെ പല്ല് വളരെ വെടിപ്പാകുകയാണ്. അവരുടെ പല്ല് വെടിപ്പായിരിക്കാനുള്ള കാരണം എന്താണ്? കഴിക്കാനൊന്നുമില്ല, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. അതുകൊണ്ട് പല്ല് വളരെ വെടിപ്പായിട്ടിരിക്കുകയാണ്. എല്ലാ വീട്ടിലും ദൈവഹിതമുള്ള, ദൈവവഴി വിട്ടുപോയ എല്ലാ വ്യക്തി ജീവിതങ്ങളിലും അവൻ ഭക്ഷണത്തിന്റെ കുറവ് ദൈവം വരുത്തുകയാണ്. എന്നാൽ അവർ അത് തിരിച്ചറിയുവാൻ കഴിയാതെ മറ്റ് പല കാര്യങ്ങളിലേക്ക്, പല കുറുക്ക് വഴികളിലേക്ക്, കടം മേടിക്കേണ്ടതിന്, ലോൺ എടുക്കേണ്ടതിന് അവൻ വേറെ വഴികളിലൂടെ കടന്നു പോകുകയാണ്. സ്വർഗത്തിൽ ദൈവം പറയുകയാണ്: നിങ്ങൾ ഇത്ര കഷ്ടത വന്നിട്ടും, നിങ്ങളുടെ ഭക്ഷണത്തിന് കുറവ് വന്നിട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമവും ഞെരുക്കവും ബുദ്ധിമുട്ടും കടന്നു വന്നിട്ടും, അവൻ അപ്പം എന്ന കോലിനെ ഞാൻ ഒടിച്ചു കളഞ്ഞ് ദേശത്ത് ക്ഷാമം വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ലല്ലോ എന്ന് ദൈവം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആഹാരത്തിന് കുറവ് വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ മുഴങ്കാലിന്മേലിരുന്ന് നമുക്ക് ചോദിക്കാം: ദൈവമേ, ഇത് അങ്ങയുടെ ഹിതമാണോ? ഇത് അങ്ങയുടെ പ്രവൃത്തിയാണോ? അങ്ങ് ബാലശിക്ഷ നൽകുന്നതാണോ? അങ്ങയുടെ കോപമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുകൂടെ നമുക്ക് ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിന്റെ കാലത്ത് ക്ഷാമം വന്നു. അവൻ ദൈവത്തോട് ചോദിച്ചു: ദൈവമേ, എന്തുകൊണ്ടാണ് ക്ഷാമം വന്നത്? സ്വർഗത്തിലെ ദൈവം ഇങ്ങനെയാണ് അരുളി ചെയ്തത്: യോശുവ ഗിബിയോനരോട് ചെയ്ത നിയമം ശൗൽ ലംഘിച്ചതുകൊണ്ട് ദാവീദിന്റെ കാലത്ത് ക്ഷാമം വന്നിരിക്കുന്നു. ദാവീദല്ല കുറ്റക്കാരൻ, അല്ലെങ്കിൽ യോശുവയും അല്ല കുറ്റക്കാരൻ. ആമേൻ. യോശുവയാണ് സത്യം ചെയ്തതെങ്കിലും, ശൗലാണ് തെറ്റിച്ചതെങ്കിലും അത് ദാവീദിന്റെ കാലത്താണ് ക്ഷാമം വന്നത്. ഏതു കാര്യവും, ഏത് സംഭവങ്ങളും, ഏത് പ്രയാസങ്ങളും അതിന് പിൻപിൽ താണിരുന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്, ദൈവത്തിന് നമ്മളോട് പറയാനൊരു ആലോചനയുണ്ട്, ദൈവത്തോട് നമ്മളോട് പറയുവാൻ ഒരു ചിന്തയുണ്ട് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. അപ്പോൾ അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം വന്നു, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കാലത്ത് ക്ഷാമം വന്നു. മോവാബ് ദേശത്തേക്ക് കടന്നു പോയത് എന്തുകൊണ്ടാണ്? നൊവോമിയും മഹ്ലോനും കില്യോനും താമസിച്ച, എലിമേലൊക്കെ താമസിച്ച ബേത്ലഹേമിൽ ക്ഷാമം വന്നതുകൊണ്ടല്ലേ. ക്ഷാമം വരുമ്പോൾ ഒളിച്ചോടുകയല്ല, ക്ഷാമം വരുമ്പോൾ ആഹാരത്തിന് വേണ്ടി പരക്കം പായുകയല്ല, മറിച്ച് മുഴങ്കാലിന്മേൽ ഇരുന്നു കൊണ്ട് ദൈവമേ എന്തുകൊണ്ട് എന്ന് ചോദിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകട്ടെ. എന്നാൽ ഇവർ എന്നിട്ടും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം: കൊയ്ത്തിനി 3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഒരു പട്ടണത്തിൽ മഴ പെയ്തു, പക്ഷെ തൊട്ടടുത്ത പട്ടണങ്ങളിൽ മഴ പെയ്തില്ല. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, പക്ഷെ അടുത്ത കണ്ടത്തിൽ മഴ പെയ്തില്ല.
ചിലർക്ക് നല്ലവണ്ണം മഴ കിട്ടുന്നുണ്ട്, ചിലർക്ക് ധാന്യം വിളയുന്നുണ്ട്, ചിലർക്ക് നല്ല കൊയ്ത്ത് നടക്കുന്നുണ്ട്. പക്ഷെ തൊട്ട് അടുത്ത കണ്ടത്തിലുള്ള, അല്ലെങ്കിൽ അതിന് മധ്യത്തിലെ കണ്ടത്തിലുള്ള, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത പട്ടണത്തിലുള്ള ആളുകൾക്ക് മഴ കിട്ടുന്നില്ല. എന്താണ് കാരണം? ദൈവമാണ് ആ കണ്ടത്തിൽ, ആ പട്ടണത്തിൽ മഴ പെയ്ക്കാഞ്ഞത്. മറ്റേ പട്ടണത്തിൽ മഴ പെയ്ച്ചത്, മറ്റേ കണ്ടത്തിൽ മഴ പെയ്ച്ചത് ദൈവമാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലും യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്: മഴ പെയ്യാതിരുന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദേശത്ത് ഭക്ഷണത്തിന് കുറവുണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു, വെള്ളമില്ലാതെ രാജാവും പരിവാരങ്ങളും പരക്കം പാഞ്ഞു നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ മഴയുടെ കുറവുണ്ടാകുമ്പോൾ, വെള്ളത്തിന് കുറവുണ്ടാകുമ്പോൾ, ദേശം മുഴുവൻ വരണ്ടു കിടക്കുമ്പോൾ, ദൈവമേ, ഇത് ദൈവത്തിന്റെ കരമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ദൈവം ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ദൈവമാണ്. 3-ാമത്തെ ചിന്ത ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ്. ദൈവം പറയാണ്: ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ദണ്ഡിപ്പിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളിൽ എൻ്റെ ന്യായവിധിയുടെ കരം കടന്നു വരികയാണ്. നിങ്ങളുടെ മുന്തിരിപ്പറമ്പാകട്ടെ, നിങ്ങളുടെ അത്തിവൃക്ഷമാകട്ടെ, നിങ്ങളുടെ ഒലിവ് വൃക്ഷമാകട്ടെ, സകല കൃഷിഫലങ്ങളും എല്ലാം ശൂന്യമായി കിടക്കുകയാണ്, എല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കൊയ്ത്ത് ഉണ്ടാകുന്നില്ല. നിങ്ങൾ വിതച്ചിട്ട് വേണ്ടും വണ്ണം ഒരു ഫലശേഖരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്താണ് കാരണം? സ്വർഗത്തിലെ ദൈവം പറയുകയാണ്: അത് എൻ്റെ കരമാണ്, ഞാനാണ് അങ്ങനെ വരുത്തിയത്. എന്തിനു വേണ്ടി? നിങ്ങൾ എങ്കിലേക്ക് തിരിയേണ്ടതിന് വേണ്ടി, നിങ്ങൾ എൻ്റെ സമൂഹം അന്വേഷിക്കേണ്ടതിന് വേണ്ടി, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി, സ്വർഗത്തിലെ ദൈവം തന്നിലേക്ക് ജനത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കേണ്ടതിന് വേണ്ടി തൻ്റെ കരം അവരുടെ മേൽ ഭാരമായി വെച്ചതാണ്. നാം വായിക്കുന്നു: വീട്ടിൽ ശേഷിപ്പിച്ചത് തുള്ളൻ തിന്നു, തുള്ളൻ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു, പച്ചപ്പുഴു ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കിളിയുമൊക്കെയും ദേശത്തെ പച്ചപ്പും കൃഷിഫലവും നന്മയും എല്ലാം തകർത്ത് കളഞ്ഞിട്ടും അവർ മറ്റു പല കാര്യങ്ങളും ചെയ്തു, മറ്റു പലതിലും ആശ്രയിച്ചു, മറ്റു പലതിൻ്റെ കുറുക്ക് വഴികളുടെ പുറകെ അവർ ഓടി. പക്ഷെ ഒന്ന് മാത്രം അവർ ചെയ്തില്ല: അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല. നിങ്ങൾ ഒരു പക്ഷേ മറ്റ് കുറുക്ക് വഴികൾ അന്വേഷിക്കുമ്പോൾ, നിങ്ങളുടെ ബുദ്ധി കൊണ്ട്, നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ അറിവ് കൊണ്ട്, നിങ്ങളുടെ ജ്ഞാനം കൊണ്ട്, നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾ പലതും ചെയ്യുമ്പോൾ, നിങ്ങൾ ഒന്നു മാത്രം ചെയ്യുന്നില്ല: ദൈവത്തെ മാത്രം അന്വേഷിക്കുന്നില്ല, ദൈവത്തെങ്കിലേക്ക് തിരിയുന്നില്ല. ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ: മിസ്രൈമിൽ എന്ന പോലെ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ച് നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് ഞാൻ കൊന്നുകളഞ്ഞു. ഈജിപ്തിൽ അവരുടെ കടിഞ്ഞൂലിനെ സംഹരിക്കേണ്ടതിന് വേണ്ടി ദൈവം ആദിജാതന്മാരെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞ സംഹാരകനെ അയച്ചതുപോലെ ദൈവമക്കളുടെ ഇടയിൽ ഒരു സംഹാരം, ഒരു വാൾ വരുത്തുകയാണ്, ഒരു ന്യായവിധി വരുത്തുകയാണ്. സ്തോത്രം. മാത്രമല്ല, ദൈവം എന്ത് ചെയ്തു? അവരുടെ കുതിരകളെയെല്ലാം പിടിച്ചുകൊണ്ടു പോകുവാൻ ഇടയാക്കി തീർക്കുകയാണ്. മാത്രമല്ല, പാളയത്തിലെ നാറ്റം അവരുടെ മൂക്കിൽ കയറുമാറാക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച ദൈവമക്കളെ, ഒന്നിന് പുറകെ ഒന്നൊന്നായി അവരുടെ ജീവിതത്തിൽ പരിശോധനകളും പരീക്ഷകളും പ്രലോഭനങ്ങളും ബന്ധനങ്ങളും കഷ്ടതകളും ഏറി വരികയാണ്. ഒന്നാമതായിട്ട് അവരുടെ പല്ല് വെടിപ്പായി തീരുന്നു. അവരുടെ പട്ടണത്തിൽ ഭക്ഷണങ്ങൾക്ക് കുറവ് വരുന്നു. 2, കൊയ്ത്തിന് 3 മാസം മാത്രമുള്ളപ്പോൾ ദൈവയുടെ മഴയെ മുടക്കിക്കളയുകയാണ്. അവരുടെ കൊയ്ത്തിനെ ദൈവം ഇല്ലാതാക്കി കളയുകയാണ്. 3-ാമത്തത്, അവരുടെ ഒലിവ് തോട്ടങ്ങളിലും അവരുടെ അത്തിവൃക്ഷങ്ങളുടെ തോട്ടങ്ങളിലും അവരുടെ ഒലിവ് മരങ്ങളുടെ തോട്ടങ്ങളിലും മുന്തിരിയുടെ തോട്ടങ്ങളിലും എല്ലാം പച്ചപ്പ് തിന്നുകളയുകയാണ്. 4-ാമത്തെ ചിന്ത, മിസ്രൈമിലെ ദൈവം കടിഞ്ഞൂൽ സംഹാരം വരുത്തിയതുപോലെ ദൈവജനത്തിന്റെ ഇടയിൽ യൗവനക്കാരെ ദൈവം വാൾ കൊണ്ട് കൊന്നുകളയുകയാണ്. നാറ്റം മൂക്കിൽ കയറുകയാണ്. അവിടെ കുതിരകളെ മുഴുവൻ ശത്രു വന്ന് പിടിച്ചുകൊണ്ടു പോവുകയാണ്. ഒന്നിന് പുറകെ ഒന്നൊന്നായി പ്രയാസങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു വരുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചെയ്യത്തില്ലെന്ന് അവർ തീരുമാനിച്ചു. ദൈവത്തിങ്കിലേക്ക് ഞങ്ങൾ തിരിയത്തില്ല എന്നവർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ, അവിടെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ അവർ ആയിത്തീരുകയാണ്. ആമോസിന്റെ പുസ്തകം 4-ാം
അധ്യായം 11 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം സോദോമിനെ പോലെ, ഗൊമോറയെ പോലെ, അദ്മയെ പോലെ, സെബോയിമിനെ പോലെ ഈ 4 പട്ടണങ്ങളെ ദൈവം ഉന്മൂലനാശം വരുത്തിയതുപോലെ ആമേൻ ദൈവജനത്തെ ആമേൻ നശിപ്പിച്ചു കളഞ്ഞപ്പോഴും സ്തോത്രം, അതിൽ നിന്ന് തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു നീ എന്ന് പറഞ്ഞാൽ അവർ ചാരമായി പോകേണ്ടതാണ്, അവർ കത്തിപ്പോകേണ്ടതാണ്, അവർ ഒരു പിടി ആമേൻ ഭസ്മമായി പോകേണ്ടവരാണ്. പക്ഷേ ആമേൻ കത്തിപ്പോകാതെ, കേടുവരാതെ, നശിച്ചു പോകാതെ, ചാരമായി തീരാതിരിക്കേണ്ടതിന് ദൈവം ആ തീയിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ആമേൻ വലിച്ചെടുക്കപ്പെട്ട ഒരു തീക്കൊള്ളി പോലെ നീ ആയിരുന്നു. എന്നിട്ടും നീ എങ്കിലേക്ക് തിരിഞ്ഞില്ലല്ലോ എന്ന് ദൈവം ചോദിക്കുകയാണ്. 5 പ്രാവശ്യമാണ് ഈ പദം എഴുതിയിരിക്കുന്നത്, എങ്കിലും നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന്. സഖരിയാവിന്റെ പുസ്തകം 1 അധ്യായം 3 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്കിലേക്ക് തിരിവീൻ, എന്നാൽ ഞാൻ നിങ്ങളിലേക്കും തിരിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നാം ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയാമോ? ആമേൻ. ദൈവവും നമ്മളിലേക്ക് തിരിയുന്ന ദൈവമാണ്. നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരാം. യഹോവ ആമേൻ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ സ്തോത്രം, ദൈവത്തിങ്കിലേക്ക് തിരിയാം, ദൈവം നമ്മളിലേക്കും തിരിയാം. ആമേൻ. ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും, കടമാകട്ടെ, രോഗമാകട്ടെ, നിന്ദയാകട്ടെ, ആമേൻ, ഏതെങ്കിലും പ്രതിസന്ധികളാകട്ടെ, ഒന്നിന് പുറകെ ഒന്നായി നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ സഭയ്ക്ക് നേരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ, നിങ്ങളുടെ ദേശത്തിനെതിരെ അലയടിച്ച് കടന്നു വരുന്നെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതിയാകും, നിങ്ങൾ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിഞ്ഞാൽ മതിയാകും. ഒരിക്കൽ ഒരു ദൈവദാസനെ ഒരു മിഷൻ ഫീൽഡിലേക്ക് അയച്ചു. ആമേൻ. ആ ദൈവദാസൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ചില നാൾ കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിലേക്ക്, അവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ കത്തയച്ചു. 4 വശവും പ്രതികൂലമാണ്. അപ്പോൾ കേന്ദ്രം അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച കത്ത് മറുപടി ഇങ്ങനെയായിരുന്നു: 4 വശത്തു നിന്നുമുള്ള പ്രതികൂലത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഇനിയെങ്കിലും നിങ്ങൾ മുകളിലേക്കൊന്ന് നോക്കുമല്ലോ. ദൈവത്തിന്റെ മക്കളെ നാം മുകളിലേക്ക് നോക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഒന്നൊന്നായി ഈ പ്രയാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. യോവേലിന്റെ പുസ്തകം 2 അധ്യായം 12 വാക്യമാണ് ഈ പറഞ്ഞതിനെല്ലാമുള്ള സൊല്യൂഷൻ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും വിലാപത്തോടും കരച്ചിലോടും കൂടെ എങ്കിലേക്ക് തിരിവീനെന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. ഈ 2024 ജനുവരി മാസം ആമേൻ അതിൻ്റെ അവസാന ആമേൻ തീയതികളിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുകയാണ്, കുഞ്ഞെ, ഒത്തിരി കഷ്ടത നീ കണ്ടില്ലേ, ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒന്നിന് പുറകെ ഒന്നായി തിരമാലകൾ പോലെ നിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ചതായി നീ അനുഭവിച്ചില്ലേ? ഇപ്പോഴെങ്കിലും നീ ഉപവാസത്തോടും, നീ കരച്ചിലോടും, നീ പൂർണ്ണ ഹൃദയത്തോടും, നീ വിലാപത്തോടും കൂടെ നീ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയാമോ? സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അവന്റെ പാപം ദൈവം ക്ഷമിക്കും. അവനെ വാസ്തവമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പറഞ്ഞതിൻ്റെ എല്ലാം അവൻ സാരം ഇതാണ്: നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയാം. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് കേൾപ്പിച്ച മനോഹരമായ തിരുവെഴുത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി സഹായിക്കും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. അവർ കുറുക്ക് വഴി തേടിപ്പോകാതെ, പ്രവാചകന്മാരെ തേടിപ്പോകാതെ, അവർ മറ്റ് കാര്യങ്ങൾക്കൊന്നും പുറകെ പോകാതെ, അവർ തീർച്ചയായും 100% ദൈവത്തെ അന്വേഷിപ്പാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ദൈവമുഖാന്തരമുള്ള ഒരു ആമേൻ അനുഗ്രഹം കൈപ്പറ്റുവാൻ എൻ്റെ നന്മയ്ക്ക് നീ ഉത്തരവാദി ആയിരിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ നന്മയ്ക്ക്, ഞങ്ങളുടെ അനുഗ്രഹത്തിന്, ദൈവത്തിന് മാത്രം മഹത്വം ലഭിക്കത്തക്ക നിലകളിൽ കർത്താവ് എല്ലാവരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ല ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാ ദിവസവും വെളുപ്പിനെ ആമേൻ കടന്നു വരുന്ന ഈ മെസ്സേജ് നിങ്ങൾക്കും ലഭിക്കേണ്ടതിന് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ആമേൻ മഹത്വമേറിയ അവൻ സന്നിധിയിൽ താണിരുന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.